ഭൗതികത്തിലെ ആത്മീയവാദികളെ വ്യക്തയോഗികളെന്നും ആത്മീയത്തിലെ ആത്മീയവാദികളെ ഗുപ്തയോഗികളെന്നും അറിയപ്പെടുന്നു. ജീവിതത്തെ ഒരു നാടകത്തോട് ഉപമിച്ചാൽ അരങ്ങിൽ തൻ്റെ വേഷം കൃത്യമായി അവതരിപ്പിക്കുന്നവർ വ്യക്തയോഗികളും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുന്നവൻ ഗുപ്തയോഗിയുമാകുന്നു. ഗുരുകൃപ കൊണ്ട് ഗുപ്തയോഗ രഹസ്യം അറിഞ്ഞ് വ്യക്തയോഗത്തിൽ ജനമധ്യത്തിൽ ജീവിക്കുന്ന പുണ്യാത്മാക്കളും ഉണ്ടെന്നറിയുക. ഏതൊരു ജീവന്റെയും ലക്ഷ്യബോധവും ഭാവവും ഉദ്ദേശശുദ്ധിയും അനുസരിച്ച് അതിൻ്റെതായ പുണ്യം ആ ജീവനിൽ വന്നു ചേരുമ്പോൾ അർഹമായ സ്ഥലത്ത് പ്രകൃതി കൊണ്ടെത്തിക്കുന്നു എന്ന് മാത്രം. ഒരു അണ്ണാൻ കുഞ്ഞിൻ്റെ വാലിൽ ഭാരമുള്ള ഒരു കല്ല് കെട്ടിത്തൂക്കി അതിനെ മരം കയറ്റാൻ വിട്ടാൽ എങ്ങനെയിരിക്കും? അതൊരിക്കലും കയറില്ലെന്ന് എല്ലാവർക്കും അറിയാം. തൻ്റെ ജീവനിലെ ഭാരം മുഴുവനും ഇറക്കിത്തീർത്ത് ആ ജീവനെ സ്വതന്ത്രമാക്കുന്നവരാണ് ഗുപ്തയോഗികൾ. അതായത് ജീവനെ അറിഞ്ഞ് പകർന്നു നൽകുന്നവരാണ് ഗുപ്തയോഗികൾ. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് കർമ്മവും കർമ്മബന്ധങ്ങളും തീർത്ത് ആ ജീവൻ മോക്ഷത്തിലേക്ക് പോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, തമോ ഗുണമുള്ളവൻ വിരസനും, രജോ ഗുണമുള്ളവൻ നീരസനും, സ്വാത്വിക ഗുണമുള്ളവൻ സരസനും, ത്രിഗുണങ്ങൾക്ക് അതീതമായി നീങ്ങുന്നവൻ സരളനുമാകുന്നു. ത്രിഗുണങ്ങൾക്ക് അതീതമായി നീങ്ങുന്ന ഗുരുവിൻ്റെ ശിക്ഷണത്തിലെത്തുമ്പോഴാണ് ഒരു ജീവൻ മോക്ഷത്തിലേക്ക് പോകുന്നുവെന്ന് തിരിച്ചറിയുന്നത്.